ഇന്നത്തെ ക്ലാസ് FM 4.6 that deals with a small portion coming under leverage analysis. എന്താണ് leverage? What is meant by leverage? The term lever denotes a tool to lift an object with a less amount of power. അത് നമുക്കറിയാവുന്നതാണ്. ലിവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ എനർജി ഉപയോഗിച്ച് ചെറിയ എമൗണ്ട് ഓഫ് പവർ ഉപയോഗിച്ചുകൊണ്ട് ഒരു വസ്തു ഉയർത്തുക, അതിനുള്ള ഒരു ടൂളാണ് ലിവർ എന്ന് പറയുന്നത്. അപ്പോൾ ലിവറേജ് മീൻസ്, വാട്ട് ഈസ് ലിവറേജ്? ലിവറേജ് മീൻസ് ദി എബിലിറ്റി ടു റൈസ്. ആ ഉയർത്താനുള്ള എബിലിറ്റി, ആ കപ്പാസിറ്റി, അതിനെയാണ് ലിവറേജ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓർ it refers to the ability to multiply the effect of some effort. ഒരു പർട്ടിക്കുലർ എഫേർട്ടിൻ്റെ ഇഫക്റ്റ് മൾട്ടിപ്ലൈ ചെയ്യുക, അതിന് ആ ഒരു എബിലിറ്റിയെയാണ് ലിവറേജ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നാൽ എന്താണ്, വാട്ട് ഈസ് മെന്റ് ബൈ ദി ടേം ലിവറേജ് ഇൻ ഫിനാൻഷ്യൽ മാനേജ്മെന്റ്? In financial management, the term leverage refers to the ability of a firm to use certain fixed cost to raise its profitability. എന്താണ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൽ ലിവറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഫേമിൻ്റെ ഫിക്സ്ഡ് കോസ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് അതിൻ്റെ പ്രോഫിറ്റബിലിറ്റി വർദ്ധിപ്പിക്കാനുള്ള കഴിവിനെയാണ് ലിവറേജ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്താണ്? ഒരു സ്ഥാപനം, ആ സ്ഥാപനം ഫിക്സ്ഡ് കോസ്റ്റ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആ സ്ഥാപനത്തിൻ്റെ പ്രോഫിറ്റബിലിറ്റി വർദ്ധിപ്പിക്കുക. അങ്ങനെ പ്രോഫിറ്റബിലിറ്റി, ഫിക്സ്ഡ് കോസ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് പ്രോഫിറ്റബിലിറ്റി വർദ്ധിപ്പിക്കാനുള്ള സ്ഥാപനത്തിൻ്റെ കഴിവിനെയാണ് ലിവറേജ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ? അതെങ്ങനെയാണ് എന്നൊക്കെ തുടർന്ന് ഉള്ള പോർഷൻസ്, തുടർന്നുള്ള സ്ലൈഡുകളിൽ നമ്മളത് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കും. ഇപ്പോൾ ഇത്രയും ഓർക്കുക. എന്താ ലിവറേജ് എന്ന് പറഞ്ഞാൽ? Leverage refers to the ability of a firm to use certain fixed costs to raise its profitability, to lever up its profitability. സ്ഥാപനത്തിൻ്റെ പ്രോഫിറ്റബിലിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടി ഫിക്സ്ഡ് കോസ്റ്റ് ഉപയോഗിക്കാനുള്ള ഫേമിൻ്റെ കപ്പാസിറ്റി, ഫേമിൻ്റെ എബിലിറ്റിയെയാണ് ലിവറേജ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, let us see what are the different types of leverage. Leverage may be of three types. First one is financial leverage, two operating leverage, and the third one is mixed leverage or combined leverage or overall leverage. And let us see what is financial leverage. നമുക്കറിയാം, the capital structure of a firm usually consists of fixed charge bearing funds and variable charge bearing funds. ആണല്ലോ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ അതിൽ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ഉണ്ടാകും, പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ ഉണ്ടാകും, ഡിബെഞ്ചർ ഉണ്ടാകും, ലോങ് ടേം ലോൺസ് ഉണ്ടാകും. ഇതെല്ലാം ചേർന്നിട്ടുള്ളതാണ് ഒരു ഫേമിൻ്റെ, കമ്പനിയുടെ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ആ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ ഡിബെഞ്ചർ, ലോങ് ടേം ലോൺസ്, പ്രിഫറൻസ് ഷെയർസ് എക്സെട്ര ആർ ഫിക്സ്ഡ് ചാർജ് ബെയറിംഗ് ഫണ്ട്സ്. അതിനൊക്കെ ഡിബെഞ്ചറിന് ഫിക്സ്ഡ് പെർസെൻറ്റേജ് ഓഫ് ഇൻട്രസ്റ്റ് കൊടുക്കണം, ലോങ് ടേം ലോണിന് ഫിക്സ്ഡ് പെർസെൻറ്റേജ് ഓഫ് ഇൻട്രസ്റ്റ് കൊടുക്കണം, പ്രിഫറൻസ് ഷെയർസിന് ഫിക്സ്ഡ് റേറ്റ് ഓഫ് ഡിവിഡൻഡ് കൊടുക്കണം. ഓൾ ദീസ് ആർ ഫിക്സ്ഡ് ചാർജ് ബെയറിംഗ് ഫണ്ട്സ്. ഓക്കെ, ദി റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ഡിബെഞ്ചേഴ്സ് ആൻഡ് ലോങ് ടേം loans are fixed. Similarly, the rate of dividend on preference shares are also fixed. Okay, എന്നാൽ what about the return given to the equity shareholders? ഇക്വിറ്റി ഷെയർ ഇഷ്യൂ ചെയ്തിട്ട് ഫണ്ട് നമ്മൾ സമാഹരിച്ചു കഴിഞ്ഞാൽ ആ ഇക്വിറ്റി ഷെയറിന് ഇക്വിറ്റി ഷെയർ ഇഷ്യൂ ചെയ്ത് കളക്ട് ചെയ്തിട്ടുള്ള ഫണ്ടിന് മീതെ നമ്മൾ കൊടുക്കേണ്ട ഡിവിഡൻഡ് ഫിക്സ്ഡ് ആണോ? അല്ല, അത് വേരിയബിളാണ്. ചിലപ്പോൾ കൂടിയ റേറ്റ് ഓഫ് ഡിവിഡൻഡ് കൊടുക്കും, ചിലപ്പോൾ വളരെ കുറവായിരിക്കും, ചിലപ്പോൾ തീരെ കൊടുത്തില്ല എന്നും വരും. എന്ന് പറഞ്ഞാൽ ദി റേറ്റ് ഓഫ് ഡിവിഡൻഡ് ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഈസ് നോട്ട് ഫിക്സ്ഡ്, ഇറ്റ് ഈസ് വേരിയിങ്. അപ്പോൾ ഇക്വിറ്റി ഷെയർസ് എന്ന് പറയുന്ന ഒരു വേരിയബിൾ ആയിട്ടുള്ള, അല്ലെങ്കിൽ വേരിയബിൾ ചാർജാണുള്ളത് എന്ന് പറയാം. ഓക്കെ, ദി ഫണ്ട് റേസ്ഡ് ത്രൂ ഇക്വിറ്റി ഷെയർസ് ആർ നോട്ട് ഫിക്സ്ഡ് charge bearing fund.
വേരിയബിൾ ചാർജ് ബെയറിംഗ് ഫണ്ടാണ് ഇക്വിറ്റി ഷെയർസ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു ഫേമിൻ്റെ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ ഈ ഫിക്സ്ഡ് ചാർജ് ബെയറിംഗ് ഫണ്ടും ഉണ്ടാകും, അതുപോലെ വേരിയബിൾ ചാർജ് ബെയറിംഗ് ഫണ്ടും ഉണ്ടാകും. ഫിനാൻഷ്യൽ ലിവറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിനാൻഷ്യൽ ലിവറേജ് റെഫേഴ്സ് ടു ദി എബിലിറ്റി ഓഫ് എ ഫേം to use fixed charge fund, fixed cost fund in the total capital structure of the company so as to increase the return to its equity shareholders. Equity shareholders, companyയുടെ റിയൽ ഓണേഴ്സ് ഇക്വിറ്റി ഷെയർഹോൾഡേഴ്സ് ആണ്. ആ ഇക്വിറ്റി ഷെയർഹോൾഡേഴ്സിന് ലഭിക്കേണ്ട റിട്ടേൺ, ആ റിട്ടേൺ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി ഫിക്സ്ഡ് ചാർജ് ബെയറിംഗ് ഫണ്ടായിട്ടുള്ള ഡിബഞ്ചർ ക്യാപിറ്റൽ, പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ, ലോങ് ടേം ലോണ് ക്യാപിറ്റൽ സ്ട്രക്ചറിൽ ഉൾപ്പെടുത്താനുള്ള കമ്പനിയുടെ ഒരു എബിലിറ്റി, കപ്പാസിറ്റി, അതിനെയാണ് ഫിനാൻഷ്യൽ ലിവറേജ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഫിനാൻഷ്യൽ ലിവറേജ് എന്ന് പറയുമ്പോൾ കമ്പനിയുടെ ടോട്ടൽ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ ഫിക്സ്ഡ് ചാർജ് ബെയറിംഗ് ഫണ്ട് ഉൾപ്പെടുത്തുക. അങ്ങനെ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ എന്താ ഗുണം? ആ ഫണ്ടിന് മീതെ നമ്മൾ ഫിക്സ്ഡ് ചാർജ് കൊടുക്കേണ്ടതുള്ളൂ. അതുപയോഗിച്ച് നമ്മൾ നേടിയെടുക്കുന്ന നമുക്ക് കമ്പനിക്ക് കിട്ടുന്ന റിട്ടേൺ അതിനേക്കാളും കൂടുതലാക്കാം. ക്ലിയർ? അപ്പോൾ ആ ഒരു എബിലിറ്റി ഓഫ് എ ഫേം ടു ഇൻക്രീസ് ദി റിട്ടേൺ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ബൈ യൂട്ടിലൈസിങ് ഫിക്സ്ഡ് കോസ്റ്റ് ഫണ്ട് ഇൻ ദി ടോട്ടൽ ക്യാപിറ്റൽ സ്ട്രക്ചർ, അതിനെയാണ് ഫിനാൻഷ്യൽ ലിവറേജ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ? Then what are the different types of financial leverage? Financial leverage may be of two types. One is favorable financial leverage and the second is unfavorable financial leverage. എന്താണ് favorable financial leverage എന്ന് പറഞ്ഞാൽ, if the rate of return means if the rate of EBIT by the use of fixed cost bearing securities are more than the fixed cost, it is called favorable financial leverage. For example, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്ന 10% ഡിബഞ്ചർ ഇഷ്യൂ ചെയ്തിട്ടാണ് ഫണ്ട് റേസ് ചെയ്യുന്നത്. അപ്പോൾ 10% ദാറ്റ് ഈസ് ദ ഇൻട്രസ്റ്റ് പേയബിൾ ടു ഡിബഞ്ചർ ഹോൾഡേഴ്സ്. ഡിബഞ്ചർ ഇഷ്യൂ റേസ് ചെയ്തിട്ടുള്ള ഫണ്ട് നമ്മൾ കമ്പനി ഉപയോഗപ്പെടുത്തിയിട്ട് ഒരു 12% റിട്ടേൺ കിട്ടുന്നുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ 10% ഡിബഞ്ചർ ഹോൾഡേഴ്സിന് കൊടുക്കേണ്ടതുള്ളൂ, 2% കമ്പനിക്ക് അധികമായിട്ട് കിട്ടുന്നുണ്ട്. അത് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ലഭിക്കും. മനസ്സിലായ? അപ്പോൾ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെ ബെനിഫിറ്റ് കൂടുകയാണ് ഫിക്സ്ഡ് കോസ്റ്റ് ബെയറിംഗ് ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട്. അത് ഫിനാൻഷ്യൽ ലിവറേജ് ആണ്, അല്ലെങ്കിൽ അതിനെയാണ് ഫേവറബിൾ ഫിനാൻഷ്യൽ ലിവറേജ് എന്ന് പറയുന്നത്. ദിസ് ഫേവറബിൾ ഫിനാൻഷ്യൽ ലിവറേജ് ഈസ് ഓൾസോ കോൾഡ് ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി. നേരെ തിരിച്ചാണെങ്കിൽ അതിന് അൺഫേവറബിൾ ഫിനാൻഷ്യൽ ലിവറേജ് എന്ന് പറയും. അതായത് ഇൻട്രസ്റ്റ് നൽകേണ്ടത്, ഡിബഞ്ചർ ഹോൾഡേഴ്സിന് പേ ചെയ്യേണ്ട ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ഡിബഞ്ചേഴ്സിന് മീതെയുള്ള ഇൻട്രസ്റ്റ് 10% ആണ്. പക്ഷെ അങ്ങനെ റേസ് ചെയ്തിട്ടുള്ള ഫണ്ട് ഉപയോഗപ്പെടുത്തി സ്ഥാപനത്തിന് നേടിയെടുക്കാൻ പറ്റിയ റിട്ടേൺ വെറും 7% ആണെന്ന് വിചാരിക്കുക. 7% റിട്ടേൺ കമ്പനിക്ക് കിട്ടി, പക്ഷേ 10% ഡിബഞ്ചർ ഹോൾഡേഴ്സിന് കൊടുക്കണം. അപ്പോൾ അതിനെയാണ് അൺഫേവറബിൾ ആയിട്ടുള്ള ഫിനാൻഷ്യൽ ലിവറേജ് എന്ന് പറയും. ഓക്കെ, ആൻഡ് ഇഫ് ദി റേറ്റ് ഓഫ് റിട്ടേൺ ഈസ് ഈക്വൽ ടു ദി കോസ്റ്റ് ഓഫ് ഫിക്സ്ഡ് ചാർജ്, കൊടുക്കേണ്ട ഫിക്സ്ഡ് ചാർജിൻ്റെ അതേ എമൗണ്ട് തന്നെയാണ് നമുക്ക് കമ്പനിക്ക് റിട്ടേൺ ആയി കിട്ടുന്നതെങ്കിൽ ദി ലിവറേജ് ഈസ് നെയ്തർ ഫേവറബിൾ നോർ അൺഫേവറബിൾ. ദിസ് മീൻസ് ഡെറ്റ് ഫിനാൻസിങ് ഡസ് നോട്ട് ജനറേറ്റ് എനി സർപ്ലസ്. ക്ലിയർ? ഇനി നമുക്ക് ഫിനാൻഷ്യൽ ലിവറേജ് ഉണ്ടാക്കുന്ന ഇഫക്റ്റ്, അതായത് ഫിനാൻഷ്യൽ ലിവറേജ് വരുമ്പോൾ അൾട്ടിമേറ്റ് ബെനിഫിറ്റ് കമ്പനിയുടെ റിയൽ ഓണേഴ്സ് ആയിട്ടുള്ള ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ഏത് രീതിയിലുള്ള ബെനിഫിറ്റാണ് അല്ലെങ്കിൽ ഏത് രീതിയിലുള്ള ഇഫക്റ്റാണ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് മീതെ വരുന്നത്, അല്ലെങ്കിൽ ആ ഇക്വിറ്റി ഷെയറിന് മീതെ ലഭിക്കുന്ന ഏർണിങ്സ്, അതിനെ നമ്മൾ EPS, ഏർണിങ്സ് പെർ ഷെയർ എന്ന് പറയും. EPSന് മീതെ ഏത് തരത്തിലുള്ള ചേഞ്ചാണ് ഫിനാൻഷ്യൽ ലിവറേജിലൂടെ ഉണ്ടാകുന്നത് എന്നാണ് നമ്മൾ ഒരു ഇല്ലസ്ട്രേഷനിലൂടെ മനസ്സിലാക്കുന്നത്. ദി ക്യാപിറ്റൽ സ്ട്രക്ചർ ഓഫ് എ കമ്പനി കംപ്രൈസസ് 2000 10% debentures of ₹100 each and 10,000 equity shares of ₹10 each. Tax rate is 50%. Calculate EPS if operating profit is ₹1 lakh, ₹1,60,000 and ₹40,000. ഈ 3 സിറ്റുവേഷനിൽ,
അതായത് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എബിറ്റ്, ഏർണിങ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് 1 lakh ആയാൽ, 1,60,000 ആയാൽ, അതുപോലെ 40,000 ആയാൽ എങ്ങനെയാണ് EPS എത്രയാണ് വരിക എന്ന് കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. നോക്കൂ, ഫസ്റ്റ് കേസ് ഞാനിവിടെ 1, 2, 3 എന്നീ 3 കേസ് കൊടുത്തിരിക്കുകയാണ്, 3 കോളം കൊടുത്തിരിക്കുന്നത്. എബിറ്റ് ഫസ്റ്റ് കേസിൽ എബിറ്റ് 1 lakh, സെക്കൻഡ് കേസിൽ 1,60,000, ദെൻ തേർഡ് കേസിൽ 40,000. ഓക്കെ, അപ്പോൾ ഓരോ കേസിലും നമുക്ക് EPS എത്രയാണ് വരുന്നത് എന്നെല്ലാം കാൽക്കുലേറ്റ് ചെയ്യാം. 1 lakh ആവുന്ന സമയത്ത് ഇവിടെ ഇൻട്രസ്റ്റ് എത്രയാണ്? എബിറ്റ് എന്ന് പറഞ്ഞാൽ ഏർണിങ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ആണ്. ഇതിൽ നിന്ന് നമ്മൾ ആദ്യം ഈ ഇൻട്രസ്റ്റ് I സബ്ട്രാക്ട് ചെയ്യണം. I എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റ് ആണ്. അത് എത്ര വരും? 2,000 ഡിബഞ്ചേഴ്സ് ആണ്. 10% ഡിബഞ്ചേഴ്സ് ഓഫ് ₹100 ഈച്ച് ആണ്. അപ്പോൾ 2,000 ഇൻറ്റു 100 ആണ് ഡിബഞ്ചറിൻ്റെ ടോട്ടൽ വാല്യൂ. 2,000 ഇൻറ്റു 100 ഇൻറ്റു 10/100, 10% ആണ് ഇൻട്രസ്റ്റ്. 10/100 എന്ന് പറയുമ്പോൾ 20,000 ആണ് ഇൻട്രസ്റ്റ് എമൗണ്ട് വരുന്നത്. ഇൻട്രസ്റ്റ് സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏർണിങ്സ് ബിഫോർ ടാക്സ് കിട്ടും 80,000. ക്ലിയർ? ദെൻ ഈ ഏർണിങ്സ് ബിഫോർ ടാക്സിൽ നിന്ന് ഇനി നമ്മൾ സബ്ട്രാക്ട് ചെയ്യേണ്ട ടാക്സ് ആണ്. ടാക്സ് 50% ആണ്. അപ്പോൾ 80,000ൻ്റെ 50% 40,000 സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞ് ഏർണിങ്സ് ആഫ്റ്റർ ടാക്സ് കിട്ടുന്നു 40,000. ഓക്കെ, അപ്പോൾ ഈ 40,000 ആണ് ഏർണിങ്സ് ആഫ്റ്റർ ടാക്സ്. മീൻസ് ദിസ് ഈസ് ദി ഏർണിങ്സ് അവൈലബിൾ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഓഫ് ദി കമ്പനി. Okay, and what is the total number of equity shares? It is 10,000. നോക്കൂ, 10,000 equity shares of ₹10 each ആണ്. Total number of equity shares 10,000. And the total amount of earnings available to these equity shareholders is 40,000. And therefore, earnings per share is equal to 40,000 divided by 10,000 for 4 രൂപയാണ് ഏർണിങ്സ് പെർ ഷെയർ വരുന്നത്. എപ്പോഴാണ് ഈ ഏർണിങ്സ് പെർ ഷെയർ 4 രൂപ ലഭിക്കുന്നത്? ഇവിടെ എബിറ്റ് 1 ലക്ഷമായി മാറുന്നു. ഇനി എബിറ്റ് 1,60,60,000 വർദ്ധിക്കുന്നു. രണ്ടാമത്തെ കേസ് 1,60,60,000 വർദ്ധിക്കുമ്പോൾ ഇൻട്രസ്റ്റ് 20,000. അപ്പോൾ എബിറ്റ് EBT വരുന്നത് 1,40,000, ടാക്സ് 70,000 കഴിച്ച് 70,000 ആണ് ഏർണിങ്സ് ആഫ്റ്റർ ടാക്സ്. ഇക്വിറ്റി ഷെയർസ് 10,000 തന്നെ. അപ്പോൾ EPS എന്ന് പറയുന്നത് 7 ആയി. ഓക്കെ, അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം നോക്കൂ, 4 എന്നുള്ളത് 7 ആയി വർദ്ധിച്ചു. ഓക്കെ, 1 ലക്ഷം എന്നുള്ളത് 1,60,60,000 ആകുമ്പോൾ 60% വർധനവ് വരുന്നത് അല്ലേ? 1 ലക്ഷം അതിൻ്റെ 60% 60,000, അങ്ങനെയാണ് 1,60,60,000 ആയത്. അപ്പോൾ ആ സമയത്ത് ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത് നോക്കൂ, 4 എന്നുള്ളത് 7 ആയി. അപ്പോൾ എത്ര ശതമാനം വർധനവ്? 4-ൽ 3 വർദ്ധിക്കുന്നുണ്ട്. അപ്പോൾ 4-ൽ 3, 3/4 × 100 എന്ന് പറയുമ്പോൾ 75% ആണ് ഇൻക്രീസ് വരുന്നത്. ഏതിൽ? EPS. അപ്പോൾ എ ചേഞ്ച് ഓഫ് ആൻ ഇൻക്രീസ് ഓഫ് 60% ഇൻ എബിറ്റ് റിസൾട്ട്സ് ആൻ ഇൻക്രീസ് ഓഫ് 75% ഇൻ EPS. EPSൽ 75% വർധനവാണ് വരുത്തുന്നത്. അതേപോലെ നോക്കൂ, ഇവിടെ 1 lakh ഉണ്ടായിരുന്നത് 40,000, തേർഡ് കേസിൽ 40,000 ആണ് എബിറ്റ്. അപ്പോൾ നേരത്തെ ആദ്യം ഉണ്ടായിരുന്ന 1 lakh ആയിരുന്നു. ആ 1 lakh 60% 60,000 കുറഞ്ഞ് 40,000 ആവുന്നു. അപ്പോൾ ഇവിടെ ഏർണിങ്സ് 60% കുറവ് വന്നിരിക്കുക. കുറയുന്ന സമയത്ത് നോക്കൂ, ഫിക്സ്ഡ് ഇൻട്രസ്റ്റ് 20,000, ബാക്കി EBT ഏർണിങ്സ് ബിഫോർ ടാക്സ് 20,000, ടാക്സ് 10,000, ഏർണിങ്സ് ആഫ്റ്റർ ടാക്സ് 10,000, നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് 10,000. അപ്പോൾ EPS 1 ആണ്. EPS 1 എന്ന് പറയുമ്പോൾ 4 എന്നുള്ളതാണ് 1 ആയി കുറഞ്ഞത്. 4-ൽ നിന്ന് 3 കുറഞ്ഞിട്ടാണ്, കുറവ് വരുന്നത് 3 ആണ്. അപ്പോൾ 75% കുറയുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ ഇവിടെ 60%, 1 ലക്ഷം ഉള്ളത് 60% 60,000 കുറഞ്ഞ് 40,000 ആയപ്പോൾ 4 എന്നുള്ളത് അതിൻ്റെ 75% 3 രൂപ കുറഞ്ഞിട്ട് 1 രൂപയായി മാറുന്നു. മനസ്സിലായ? അപ്പോൾ 60% കുറഞ്ഞപ്പോൾ 75% കുറയുന്നത് EPS. അതാണ് ഈ ഏർണിങ്സ് ഫിനാൻഷ്യൽ ലിവറേജ്. ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഫിക്സ്ഡ് കോസ്റ്റ് വരുന്നത് കൊണ്ട്. അതായത് ഇവിടെ ഇൻട്രസ്റ്റ് 10%, അത് രണ്ടിലും സെയിം ആണ് വരുന്നത്. 3 കേസിലും സെയിം ആണ്. ഇവിടെ 20,000, 20,000, 20,000. ഓക്കെ, അത് ഫിക്സ്ഡ് ആയതുകൊണ്ട് ആ ഫിക്സ്ഡ് കോസ്റ്റ് ബെയറിംഗ് ഫണ്ട് ഉപയോഗിച്ചത് കൊണ്ടാണ്
നമ്മുടെ ഏർണിങ്സ് പെർ ഷെയറിൽ ഈ രീതിയിലുള്ളൊരു ചേഞ്ച് വരുന്നത്. എബിറ്റിൽ 60% വർധനവുണ്ടാകുന്ന സമയത്ത് ഏർണിങ്സ് പെർ ഷെയറിൽ 75% വർധനവുണ്ടായിരുന്നു. അതുപോലെ എബിറ്റ് 60% കുറഞ്ഞപ്പോൾ EPS 75% കുറവ്. ഇതാണ് ഫിനാൻഷ്യൽ ലിവറേജിൻ്റെ ഒരു ഇഫക്റ്റാണ് EPSൽ വരുത്തുന്ന ഇഫക്റ്റ്. ക്ലിയർ? ഇനി നമുക്ക് ഇതേപോലെ മറ്റൊരു എക്സാമ്പിൾ നോക്കാം. അത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ ചെയ്തതുപോലെ തന്നെ 36,000, 45,000, 24,000. ഓക്കെ, ഇതിലെങ്ങനെയാണ് ചേഞ്ച് വരുന്നതെന്നൊക്കെ നിങ്ങൾ തന്നെ നോക്കി മനസ്സിലാക്കുക. ദെൻ ഇനി നമുക്ക് എങ്ങനെയാണ് ഫിനാൻഷ്യൽ ലിവറേജ് കമ്പ്യൂട്ട് ചെയ്യുന്നത് എന്ന് നോക്കാം. ഫിനാൻഷ്യൽ ലിവറേജ് ഈസ് ഈക്വൽ ടു എബിറ്റ് ഡിവൈഡഡ് ബൈ എപ്റ്റ്. ഫിനാൻഷ്യൽ ലിവറേജ് ചോദിക്കും ചിലപ്പോൾ. ഫൈൻഡ് ദി വാല്യൂ ഓഫ് ഫിനാൻഷ്യൽ ലിവറേജ്. ഫിനാൻഷ്യൽ ലിവറേജ് ഈസ് ഈക്വൽ ടു എബിറ്റ് ഡിവൈഡഡ് ബൈ എപ്റ്റ്. അതായത് എബിറ്റിൽ നിന്ന് ഫിക്സ്ഡ് ചാർജ് ആയിട്ടുള്ള ഇൻട്രസ്റ്റ് കഴിച്ച ശേഷമുള്ള എപ്റ്റ്, അതാണ് എബിറ്റ് ഡിവൈഡഡ് ബൈ എപ്റ്റ് ഈസ് ഈക്വൽ ടു ഫിനാൻഷ്യൽ ലിവറേജ്. ഓക്കെ, ഇനി വാട്ട് ഈസ് ഡിഗ്രി ഓഫ് ഫിനാൻഷ്യൽ ലിവറേജ്? ഇഫ് 2 levels of activities are given, we may compute degree of financial. ഒരു വർഷത്തെ ഡീറ്റെയിൽസ് മാത്രമേ തന്നിട്ടുള്ളൂ എങ്കിൽ നമുക്ക് ഫിനാൻഷ്യൽ ലിവറേജ് FL, എബിറ്റ് ഡിവൈഡഡ് ബൈ എപ്റ്റ് എന്ന ഫോർമുല ഉപയോഗിച്ച് കണ്ടുപിടിക്കാം. എന്നാൽ ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ വർഷങ്ങളിലുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവും. അപ്പോൾ എങ്ങനെയാണ് ആ ചേഞ്ച്, ഇമ്പാക്റ്റ് ഓഫ് ചേഞ്ച് ഇൻ എബിറ്റ് ഓൺ ചേഞ്ച് ഇൻ EPS, എങ്ങനെയാണ് അത് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഡിഗ്രി ഓഫ് ഫിനാൻഷ്യൽ ലിവറേജ് എന്ന് പറയുന്നത്. ആ ഫിനാൻഷ്യൽ ലിവറേജ് സത്യത്തിൽ ഫിനാൻഷ്യൽ ലിവറേജിൻ്റെ ആ ഇൻറ്റൻസിറ്റിയെയാണ് ഡിഗ്രി ഓഫ് ഫിനാൻഷ്യൽ ലിവറേജിലൂടെ നമ്മൾ മെഷർ ചെയ്യുന്നത്. അപ്പോൾ DFL എന്ന് പറഞ്ഞാൽ ഡിഗ്രി ഓഫ് ഫിനാൻഷ്യൽ ലിവറേജ് ഈസ് ഈക്വൽ ടു പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ EPS ഡിവൈഡഡ് ബൈ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ എബിറ്റ് ആണ്. നേരത്തെ നമ്മൾ കണ്ടല്ലോ എത്രത്തോളമാണ് EPSൽ വരുത്തുന്ന ചേഞ്ച്. എബിറ്റിൽ 60% ചേഞ്ച് വന്നപ്പോൾ EPSൽ 75% ചേഞ്ച് വന്നിരുന്നു. ഓക്കെ, ആ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ EPS ഡിവൈഡഡ് ബൈ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ എബിറ്റ് ആണ് ഡിഗ്രി ഓഫ് ഫിനാൻഷ്യൽ ലിവറേജ്. ഫിനാൻഷ്യൽ ലിവറേജ് കാണാൻ എബിറ്റ് ഡിവൈഡഡ് ബൈ എപ്റ്റ്. ക്ലിയർ? നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. കാൽക്കുലേറ്റ് ഫിനാൻഷ്യൽ ലിവറേജ് ഫ്രം ദി ഫോളോയിങ് ഇൻഫർമേഷൻ. ഇൻട്രസ്റ്റ് 20,000, വേരിയബിൾ കോസ്റ്റ് 1 lakh, സെയിൽസ് 1000 units, എമൗണ്ട് 2 lakh ആൻഡ് ഫിക്സ്ഡ് കോസ്റ്റ് ₹60,000. ഓക്കെ, നമുക്ക് നോക്കാം എങ്ങനെയാണ് ഫിനാൻഷ്യൽ ലിവറേജ് ഈസ് ഈക്വൽ ടു എബിറ്റ് ഡിവൈഡഡ് ബൈ എപ്റ്റ് ആണ്. ഇപ്പോൾ സെയിൽസ് നോക്കൂ 2 lakh ആണ്. സെയിൽസിൽ നിന്ന് വേരിയബിൾ കോസ്റ്റ് ഇവിടെ വരുന്നത് 1 lakh ആണ്. 1 lakh ലെസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് ഈസ് ഈക്വൽ ടു കോൺട്രിബ്യൂഷൻ 1 lakh. ഈ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്ന ഫിക്സ്ഡ് കോസ്റ്റും പ്രോഫിറ്റ് കോമ്പോണൻറ്റും കൂടെ ചേർന്നിട്ടുള്ളതാണ്. അപ്പോൾ ആ കോൺട്രിബ്യൂഷനിൽ നിന്ന് ഫിക്സ്ഡ് കോസ്റ്റായ 60,000 ലെസ് ചെയ്ത് കഴിഞ്ഞാൽ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് അല്ലെങ്കിൽ എബിറ്റ് കിട്ടും 40,000. ആ എബിറ്റിൽ നിന്ന് ഇൻട്രസ്റ്റ്, ഫിക്സ്ഡ് ചാർജ് ആയിട്ടുള്ള ആ ഇൻട്രസ്റ്റ് 20,000 ആണ് ഇവിടെ. 20,000 ലെസ് ചെയ്ത് ബാലൻസ് 20,000. ഇതിനെയാണ് എപ്റ്റ് എന്ന് പറയുന്നത്, ഏർണിങ്സ് ബിഫോർ ടാക്സ്. അപ്പോൾ ഫിനാൻഷ്യൽ ലിവറേജ് ഈസ് ഈക്വൽ ടു എബിറ്റ് ഡിവൈഡഡ് ബൈ എപ്റ്റ് മീൻസ് 40,000 ഡിവൈഡഡ് ബൈ 20,000 ഈസ് ഈക്വൽ ടു 2 എന്ന് കിട്ടും. ക്ലിയർ? ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഇവിടെ 2 കമ്പനികളുടെ ഡീറ്റെയിൽസ് ആണ് തന്നിരിക്കുന്നത്. ഫ്രം ദി ഫോളോയിങ് ഡാറ്റ കമ്പ്യൂട്ട് ഡിഗ്രി ഓഫ് ഫിനാൻഷ്യൽ ലിവറേജ് ഓഫ് 2 കമ്പനീസ്. ഡിഗ്രി ഓഫ് ഫിനാൻഷ്യൽ ലിവറേജ് കാണാൻ വേണ്ടിയാണ് പറഞ്ഞിരിക്കുന്നത്. ഡിഗ്രി ഓഫ് ഫിനാൻഷ്യൽ ലിവറേജ് എന്ന് പറഞ്ഞാൽ ഇവിടെ 2 കമ്പനികളുടെ ഡീറ്റെയിൽസ് തന്ന് 2 വർഷത്തതല്ല. അപ്പോൾ ഡിഗ്രി ഓഫ് ഫിനാൻഷ്യൽ ലിവറേജ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഫിനാൻഷ്യൽ ലിവറേജ് തന്നെ, അതായത് എബിറ്റ് ഡിവൈഡഡ് ബൈ എപ്റ്റ്. 2 വർഷങ്ങളിലുള്ള ഡീറ്റെയിൽസ് തന്നാലാണ് ഡിഗ്രി ഓഫ് ഫിനാൻഷ്യൽ ലിവറേജ് കാണുമ്പോൾ നമ്മൾ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ EPS ഡിവൈഡഡ് ബൈ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ എബിറ്റ് എന്ന ഫോർമുല ഉപയോഗിക്കുക. ക്ലിയർ? ഇപ്പോൾ നോക്കൂ, സെയിൽസ് 25 lakh, ബി ലിമിറ്റഡ് 30 lakh, വേരിയബിൾ കോസ്റ്റ് 40% ഓഫ് സെയിൽസ് ആണ് രണ്ടിലും, ഫിക്സ്ഡ് കോസ്റ്റ് 5,50,000, 3,50,000, ഇൻട്രസ്റ്റ് 1,25,000, 1,60,000. നേരത്തെ ചെയ്ത പോലെ നമുക്ക് എബിറ്റും എപ്റ്റും കണ്ടുപിടിക്കാം. അപ്പോൾ അത് കണ്ടുപിടിച്ചാൽ 25,000 lakh 10 lakh മൈനസ് ചെയ്ത് കോൺട്രിബ്യൂഷൻ 15 lakh, ഫിക്സ്ഡ് കോസ്റ്റ് 5,50,000 ലെസ് ചെയ്താൽ എബിറ്റ് 9,50,000, ബി ലിമിറ്റഡിൻ്റെ 14,50,000, ഇൻട്രസ്റ്റ് 1,25,000, 1,60,000. അപ്പോൾ ഏർണിങ്സ് ബിഫോർ ടാക്സ് 8,25,000 ആൻഡ് 12,90,000.
Financial leverage equal to EBIT divided by F2. 9,50,000 divided by 8,25,000 equal to 1.15. And in case of B Limited, 14,50,000 divided by 12,90,000 equal to 1.12. For financial leverage of A Limited is more than that of B Limited. അപ്പോൾ ഫിനാൻഷ്യൽ ലിവറേജ് എ ലിമിറ്റഡിൻ്റെതാണ് കൂടുതൽ വരുന്നത് ബി ലിമിറ്റഡിനേക്കാളും. അപ്പോൾ ഫിനാൻഷ്യൽ ലിവറേജ് കൂടുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിനാൻഷ്യൽ റിസ്ക് കൂടുതലാണ് എന്നർത്ഥം. ഓക്കെ, അവരാണ് കൂടുതൽ ഫിനാൻഷ്യൽ റിസ്ക് എടുക്കേണ്ടി വരുന്നത്. അതുകൊണ്ട് ഒരു ബെനിഫിറ്റും അവർക്ക് തന്നെയായിരിക്കും എന്നർത്ഥം. ഓക്കെ, യെസ്. ഇമ്പോർട്ടൻസ് ഓഫ് ഫിനാൻഷ്യൽ ലിവറേജ്. എന്താണ് ഫിനാൻഷ്യൽ ലിവറേജിൻ്റെ ഇമ്പോർട്ടൻസ് ഓർ യൂട്ടിലിറ്റി ഓഫ് ഫിനാൻഷ്യൽ ലിവറേജ്? ഫസ്റ്റ് പോയിന്റ്, പ്ലാനിങ് ഓഫ് ക്യാപിറ്റൽ സ്ട്രക്ചർ. ക്യാപിറ്റൽ സ്ട്രക്ചർ പ്ലാൻ ചെയ്യുമ്പോൾ ഒപ്റ്റിമൽ ക്യാപിറ്റൽ സ്ട്രക്ചർ നമ്മൾ പ്ലാൻ ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, ആൻഡ് ഫോർ പ്ലാനിങ് ആൻ ഒപ്റ്റിമൽ ക്യാപിറ്റൽ സ്ട്രക്ചർ വി ഹാവ് ടു കൺസിഡർ ബോത്ത് the fixed charge bearing fund and വേരിയബിൾ ചാർജ് ബെയറിംഗ് ഫണ്ട്. ഓക്കെ, അപ്പം ഫേമിൻ്റെ വാല്യൂ മാക്സിമൈസ് ചെയ്യണമെങ്കിൽ ഫിക്സ്ഡ് ചാർജ് ബെയറിംഗ് ഫണ്ട് കൂടെ ഉൾപ്പെടുത്തണം. അപ്പോൾ ഫിക്സ്ഡ് ചാർജ് ബെയറിംഗ് ഫണ്ട് കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഫേമിൻ്റെ ഓപ്റ്റിമൽ ക്യാപിറ്റൽ സ്ട്രക്ചർ ഫിക്സ് ചെയ്യുന്നതിൽ ഫിനാൻഷ്യൽ ലിവറേജ് വളരെ യൂസ്ഫുൾ ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണെന്ന് പറയും. പ്രോഫിറ്റ് പ്ലാനിങ്. ഫിനാൻഷ്യൽ ലിവറേജ് അഫക്റ്റ് എബിറ്റ് ആൻഡ് EPS നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ പ്രോഫിറ്റ് പ്ലാനിങ്ങിൽ ഫിനാൻഷ്യൽ ലിവറേജ് പ്ലേസ് എ സിഗ്നിഫിക്കൻറ്റ് റോൾ. ആൻഡ് ദി തേർഡ് വൺ ഈസ് ഇൻക്രീസ് ഇൻ ഷെയർ ഹോൾഡേഴ്സ് ഇൻകം. ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഇൻകം വർദ്ധിപ്പിക്കുന്നതിൽ ഫിനാൻഷ്യൽ ലിവറേജിന് ഒരു പ്രധാന പങ്കുണ്ട്. എന്തുകൊണ്ടാണ്? ആസ് എ റിസൾട്ട് ഓഫ് ഫേവറബിൾ ഫിനാൻഷ്യൽ ലിവറേജ് ഹയർ ഡിവിഡൻഡ് ക്യാൻ ബി ഡിക്ലെയർഡ് ടു ഷെയർ ഹോൾഡേഴ്സ്. ഷെയർ ഹോൾഡേഴ്സിന് കൂടിയ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യാൻ സാധിക്കും ഈ ഫിനാൻഷ്യൽ ലിവറേജ്, ഫേവറബിൾ ഫിനാൻഷ്യൽ ലിവറേജ് ഉണ്ടാവുന്ന സമയത്ത്. ഓക്കെ, ദെൻ വാട്ട് ആർ ദി ഇമ്പോർട്ടൻറ്റ് ലിമിറ്റേഷൻസ് ഓഫ് ഫിനാൻഷ്യൽ ലിവറേജ്? ഫസ്റ്റ് പോയിന്റ്, ഫിനാൻഷ്യൽ ലിവറേജ് ഈസ് ആക്ച്വലി എ ഡബിൾ എഡ്ജ്ഡ് സോഡ് എന്നാണ്. ഇരുതല മൂർച്ചയുള്ള വാളാണ് ഈ ഫിനാൻഷ്യൽ ലിവറേജ് എന്ന് പറഞ്ഞാൽ. അതായത് നമുക്ക് ഇഫ് ദി റേറ്റ് ഓഫ് ഏർണിങ്സ് ഈസ് ഹയർ ദാൻ ദി ഫിക്സ്ഡ് ചാർജ് ഓൺ ഡെറ്റ് ആൻഡ് പ്രിഫറൻസ് ഡിവിഡൻഡ്, ദി ഫിനാൻഷ്യൽ ലിവറേജ് ക്യാൻ ബി യൂസ്ഡ് സക്സസ്ഫുള്ളി. ഓക്കെ, അപ്പോൾ അവർക്ക് കൊടുക്കേണ്ട ഡിവെഞ്ചർ ഹോൾഡേഴ്സിന് അല്ലെങ്കിൽ പ്രിഫറൻസ് ഷെയറിന് കൊടുക്കേണ്ട ഡിവിഡൻഡ് അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് എത്രയാണോ, റേറ്റ് എത്രയാണോ അതിനേക്കാളും കൂടുതലായിട്ട് നമുക്ക് കമ്പനിക്ക് ഏൺ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, റിട്ടേൺ നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സക്സസ്ഫുൾ ആയിട്ട് നമ്മൾ ഉപയോഗിക്കാം എന്ന് പറയാം. ഫിനാൻഷ്യൽ ലിവറേജ് നമുക്ക് ഫേവറബിൾ ആണ്. ഇനി നേരെ തിരിച്ച് അവർക്ക് കൊടുക്കേണ്ട റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ റേറ്റ് ഓഫ് പ്രിഫറൻസ് ഡിവിഡൻറ്റിനേക്കാളും കുറഞ്ഞൊരു റിട്ടേണെ അത് ഉപയോഗിച്ച് നമുക്ക് കമ്പനിക്ക് നേടിയെടുക്കാൻ പറ്റുന്നുള്ളൂ എങ്കിൽ അത് അപകടമാണ്. അതുകൊണ്ടാണ് ഡബിൾ എഡ്ജ്ഡ് സോഡ് എന്ന് പറയുന്നത്. നമുക്ക് നേട്ടം ഉണ്ടാക്കാൻ സാധിക്കും, പറ്റിയിട്ടില്ലെങ്കിൽ വലിയ തിരിച്ചടിയായിരിക്കും നേരിടേണ്ടി വരിക. ഓക്കെ, ഇൻക്രീസ് റിസ്ക്. വെൻ ഡെറ്റ് ഇൻക്രീസസ് above certain level, the financial risk of the company will be increased. അപ്പോൾ നല്ല രീതിയിൽ അത് ഉപയോഗിച്ചിട്ടില്ല എങ്കിൽ ഫിനാൻഷ്യൽ റിസ്ക് വളരെ കൂടുതലാണെന്ന് അർത്ഥം. ബെനിഫിഷ്യൽ ഓൺലി ടു കമ്പനീസ് ഹാവിങ് സ്റ്റേബിൾ ഏർണിങ്സ്. മറ്റൊരു പ്രധാന ലിമിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് ഫിനാൻഷ്യൽ ലിവറേജ് ഈസ് ബെനിഫിഷ്യൽ ഓൺലി ടു കമ്പനീസ് ഹാവിങ് സ്റ്റേബിൾ ഏർണിങ്സ്. സ്റ്റേബിൾ ഏർണിങ്സ് ഉള്ള കമ്പനി, റെഗുലർ ഇൻകം അങ്ങ് ലഭിക്കുന്ന ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഈ ഫിനാൻഷ്യൽ ലിവറേജ് കാര്യമായ രീതിയിൽ അല്ലെങ്കിൽ കൂടുതൽ ബെനിഫിഷ്യൽ ആകുന്ന രീതിയിൽ നമുക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ. ഫിനാൻഷ്യൽ ലിവറേജ് ഈസ് ബെനിഫിഷ്യൽ ഓൺലി ടു ദോസ് കമ്പനീസ് having stable and regular income. Irregular income cannot pay interest on debt regularly. Irregular income ആകുന്ന സമയത്ത് ലാഭം ഉണ്ടായാലും നഷ്ടം ഉണ്ടായിക്കഴിഞ്ഞാലും നമ്മൾ ഡിബെഞ്ചർ ഹോൾഡേഴ്സിന് കൃത്യമായിട്ട് ഇൻട്രസ്റ്റ് കൊടുക്കണം. അപ്പം നമ്മുടെ ഇൻകം ഇറഗുലർ ആണെങ്കിൽ അത് കൃത്യമായി പേ ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ ഡെറ്റ് ഫണ്ട് ഉപയോഗിക്കാനുള്ള ശേഷി നമുക്ക് കുറയും. ക്ലിയർ? Then the fourth one, restriction from financial institution. High degree of financial leverage indicates lower equity fund. Therefore, financial institution may impose restriction on such companies. അപ്പോൾ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനുകളിൽ നിന്നെല്ലാം നമ്മുടെ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് സീക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഇക്വിറ്റി ഫണ്ട് കുറവാണെങ്കിൽ, അതായത് ഡെറ്റ് ഫണ്ട് കൂടുതലാകുന്ന സമയത്ത് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസൊക്കെ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് പലതരത്തിലുള്ള റെസ്ട്രിക്ഷൻ, പലതരത്തിലുള്ള കണ്ടീഷൻസും ഉൾപ്പെടുത്താൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഫിനാൻഷ്യൽ ലിവറേജുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്.
ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ മനസ്സിലാക്കാം. ഓക്കെ, താങ്ക് യു.